ഹലോ. ദേ ഒരു പകലുറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എണീറ്റ് വന്നേക്കാണ്. യുകെയിൽ ഇപ്പോൾ സമ്മർ ഭയങ്കര ഹൈപ്പിൽ നിൽക്കണോണ്ട് നല്ല വെയിലാണ്. അപ്പോൾ ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ദേ കോഫി പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇവിടുത്തെ കോഫി പൗഡറിന് എനിക്ക് ഭയങ്കര കനപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഷുഗർ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തണുത്ത വെള്ളം ഇതിലേക്ക് ബൗളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്യണം. എന്നാലാണ് ആ ഒരു തിക്നെസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കോഫിയുടെ മിക്സ് ചെയ്തിട്ടുള്ള ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാലിൻ്റെ അളവ് എപ്പോഴും കുറച്ചിട്ട് കോഫിയുടെ അളവ് കൂട്ടാട്ടോ ചെയ്യാറ്. എന്നിട്ട് ഇവിടെ നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും കോൾഡ് കോഫി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കാവ്യ. അവളെയാണ് ഓർമ്മ വരിക. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എപ്പോഴും ഡെയിലി കുടിച്ചിരുന്ന ഒരു സാധനമാണ് കോൾഡ് കോഫി. അതും ഇരിങ്ങാലക്കുട പ്രിയയിലത്തെ അടിപൊളിയാണ്. ഇപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ കോൾഡ് കോഫിയാണ്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ ഈ കോഫിയൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു എനർജി വന്ന പോലെയായി. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ റോബിൻ ശർമ്മയുടെ ദ വെൽത്ത് മണി കാൻറ്റ് ബൈ എന്നുള്ളൊരു ബുക്കാണ്. അടിപൊളി ബുക്കാണ്. നമുക്ക് ലൈഫൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് സക്സസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് ഈ ബുക്ക് നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ബൈ.